വയനാട്ടിൽ നിന്ന് ചേച്ചി വരുമ്പോൾ ഇതുപോലെ ചാക്കിൽ ഐറ്റംസ് കൊണ്ടുവരാറുണ്ട്. ഈ ഐറ്റംസ് എന്ന് പറഞ്ഞത് അവിടെ ആ നാട്ടിലുണ്ടാവുന്ന ചില ഐറ്റംസ് ആണ്. അതിലാദ്യം വയനാടൻ കാപ്പിപ്പൊടിയാണ്. ആ ചാക്ക് തുറക്കുമ്പോൾ തന്നെ നല്ല ഫ്രഷ് കാപ്പിപ്പൊടിയുടെ മണം നമ്മുടെ മൂക്കിലേക്ക് അടിച്ചു കയറും. ആ ചാക്കിലും റൂമിലും ഒക്കെ ആ കാപ്പിപ്പൊടിയുടെ മണമായിരിക്കും. ഇതിപ്പോ അവക്കാഡോയും കൂടി ഉണ്ട്. എന്നാ പിന്നെ ഒരു ജ്യൂസ് അടിച്ചാലോ? രാത്രിയാണെന്ന് നോക്കിയില്ല, വന്നപാടെ ഒരു ജ്യൂസ് അടിക്കാന്ന് വിചാരിച്ചു. ഫ്രഷ് ആയിട്ടൊരു അവക്കാഡോ ജ്യൂസ് കുടിക്കുന്നതിന്റെ സുഖം ഒന്ന് വേറെയല്ലേ. ഇപ്പോൾ 2 അവക്കാഡോയാണ് എടുത്തിട്ടുള്ളത്. ഇത് വെറുതെ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഒന്നുമല്ല, ഒരു കയ്പാണ്. പക്ഷെ ഇത് ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അങ്ങനെ ഇതിന്റെ പൾപ്പെല്ലാം എടുത്ത് മിക്സിയുടെ ജാറിലിട്ടു. വേറെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ പഞ്ചസാര ഇടുന്നുണ്ട്, അതുപോലെ ഏലക്ക ഇടുന്നുണ്ട്. ഇതിൽ ഒരെണ്ണം കേടായിട്ടുണ്ടായിരുന്നു. അവക്കാഡോയ്ക്ക് ഉള്ളിലുള്ള കേട് പുറത്തുനിന്ന് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ എന്തെങ്കിലും ടിപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അങ്ങനെ അവക്കാഡോയിലേക്ക് പഞ്ചസാരയും ഏലക്കയും പാലും ഒക്കെ ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ്. പഞ്ചസാര നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇതൊരു കയ്പുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ഷുഗർ ചേർക്കേണ്ടതായിട്ടുണ്ട്. പാല് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചതാണ്. തണുത്ത ഐസായില്ലെന്നേ ഉള്ളൂ, എങ്കിലും നല്ല തണുപ്പുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ചേർക്കാം, അതല്ലെങ്കിൽ മുഴുവനായിട്ട് പാലിലും അടിച്ചെടുക്കാം. അവക്കാഡോ ജ്യൂസ് അടിക്കുമ്പോൾ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ആവശ്യത്തിന് പാലോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്തിട്ട് അടിച്ചെടുത്ത് ഇതുപോലെ ഒരു ഹെൽത്തി ഡ്രിങ്ക് ആയിട്ട് കുടിക്കാം.